ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന കെ.സി. ദേവസിയുടെ 101ാമത് ജന്മദിന അനുസ്മരണം മുൻ എം.എൽ.എ. കെ.യു. അരുൺ മാഷ് ഉദ്ഘാടനം ചെയ്തു. This news brought to you by Kalpaga Weddings, North Paravoor. കെ.സി. ദേവസിയുടെ 101ാമത് ജന്മദിനം ആഘോഷിച്ചു. ഗോതുരുത്ത് ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും സാംസ്കാരിക പ്രവർത്തകനുമായ കെ.സി. ദേവസിയുടെ 101ാമത് ജന്മദിനം കെ.സി. ദേവസി സ്മാരക സാമൂഹ്യ സാംസ്കാരിക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട മുൻ എം.എൽ.എ. കെ.യു. അരുണൻ മാഷ് ഉദ്ഘാടനം ചെയ്തു. തൂലികകളൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ എഴുതുമ്പോൾ സത്യം ചോർന്നു പോകുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സമകാലിക പ്രശ്നങ്ങളുണ്ട്. ഞാനത് തീർച്ചയായും പറയുന്നത്, ഞാനിപ്പോൾ ഇന്നലെ നമ്മുടെ അയനത്തിൻ്റെ അന്തരം യാത്രയ്ക്ക് ശേഷം നക്സൽ മൂവ്മെന്റിന് ശേഷം എന്ന് പറയുന്ന ഒരു 550 പേജുള്ള പുസ്തകത്തിൻ്റെ പ്രകാശനം ഞാൻ അനുഭവിച്ചു. അപ്പം അതിൽ പഴയ നമ്മുടെ, അങ്ങനെ പറയുന്നത് ശരിയല്ലെങ്കിലും ഞാൻ പറയുന്നത്, നക്സൽ നേതാവ് കെ വേണു ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു, പഴയകാലത്തെ മന്ദാകിനി നാരായണനും കുന്നിക്കൽ നാരായണനും മകളും അജിതയും കൂടിയിട്ട് അമ്മിമച്ചനും മോളും കൂടിയിട്ടൊക്കെ വിപ്ലവത്തിലിറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ചങ്ങലകളുണ്ടാവും താരങ്ങളിൽ. ഇത് 3 പേരും കൂടി ഇറങ്ങിയ പോണാണ്. ഞാൻ വെറുതെ അത് പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പോൾ എത്രയോ 10, 15, 20 വർഷങ്ങൾക്ക് മുമ്പ് കോളേജിൽ കുട്ടികളെ പഠിപ്പിക്കാൻ യൂണിവേഴ്സിറ്റി ഒരു പുസ്തകം പ്രിസ്ക്രൈബ് ചെയ്തത് M.T. വാസുദേവൻ നായരുടെ ആദ്യത്തെ പുസ്തകം 4 കെട്ട്. 1946 സഖാവ് M.M. ലോറൻസിന്റെ നേതൃത്വത്തിൽ കെ.സിയുടെ വീട്ടിൽ പാർട്ടി ഷെൽ രൂപീകരിച്ചുകൊണ്ട് സമഗ്രമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഗോതുരുത്തിലും സമീപ പ്രദേശങ്ങളിലും സഖാവ് കെ.സി. ദേവസിയുടെ നേതൃത്വം നൽകി പ്രവർത്തനം ആരംഭിച്ചു. ഈ ചടങ്ങിൽ വെച്ച് ഗോതുരുത്ത് സെയിന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ SSLC ഫുൾ A+ നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും മൊമെന്റോ നൽകി ആദരിച്ചു. ഉദ്ഘാടകൻ കെ.യു. അരുണൻ മാഷ് കെ.സി. ദേവസിയുടെ ജന്മദിന കേക്ക് മുറിച്ച് മധുരം നൽകി. ട്രസ്റ്റ് പ്രസിഡന്റ് ബാലസാഹിത്യകാരൻ P.P. ജോസഫ് മാഷ് അധ്യക്ഷനായിരുന്നു. കഥയുണ്ട്, അത് പ്രോമിത്യൂസിന്റെ കഥയാണ്. മനുഷ്യസ്നേഹിയായ പ്രോമിത്യൂസ് ഒടുവിൽ ത്യാഗം ചെയ്യപ്പെട്ട് അദ്ദേഹത്തെ പാറയോട് ചേർത്ത് പിടിച്ച് കെട്ടി കഴുകന്മാരെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ചങ്ക് കുത്തി പറിപ്പിച്ച് അദ്ദേഹത്തെ കൊന്നൊരു കഥയുണ്ട്. അതാണ് പ്രോമിത്യൂസിൻ്റെ കഥ. ദേവന്മാരുടെ ഇടയിൽ നിന്നും വന്ന ഒരു ദേവനായിരുന്നു ഈ പ്രോമിത്യൂസ്. ആശംസകൾ നേർന്നുകൊണ്ട് കയ്പമംഗലം മുൻ എം.എൽ.എ. ടൈസൺ മാഷ്, അധ്യാപക സംഘടന സംസ്ഥാന നേതാവ് K.J. ഷൈൻ ടീച്ചർ, ജീവിതം മാറ്റിവെച്ച ത്യാഗപൂർണമായ ജീവിതം നയിച്ച ഒരു സഖാവ് എന്നുള്ള നിലയ്ക്ക്, മറ്റൊന്ന് കോണത്ത് കുടുംബാംഗം എന്നുള്ള നിലയ്ക്ക്, സാധാരണഗതിയിൽ വിവാഹം കഴിഞ്ഞാൽ സ്ത്രീകൾ വിവാഹം കഴിച്ചു പോകുന്ന വീട്ടിലെ ഭർത്താവിൻ്റെ വീട്ടുപേര് സ്വീകരിക്കുകയാണ് പതിവ്. പക്ഷെ ഞാൻ അങ്ങനെ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. കാരണം എൻ്റെ അപ്പൻ എനിക്ക് തന്ന വീട്ടുപേര്, എൻ്റെ അപ്പനും അമ്മയും എനിക്ക് തന്ന, ജന്മം കൊണ്ട് എനിക്ക് തന്ന വീട്ടുപേര് ഞാൻ ഉപേക്ഷിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. മുൻ പറവൂർ നഗരസഭ വൈസ് പ്രസിഡന്റ് സുധാകരൻ പിള്ള, CPI നേതാവായിരുന്ന കെ.സി. പ്രഭാകരന്റെ മകൾ രമാ ശിവശങ്കരൻ, മുൻ CPIM നേതാവ് T.K. കുമാരന്റെ മകൻ രാധാകൃഷ്ണൻ, കെ.സി. ദേവസിയുടെ ഭാര്യ മേരി, K.B. ബാബു, M.O. അജി എന്നിവർ സംസാരിച്ചു. കെ.സി. ദേവസിയുടെ മകൻ K.S. സലീം നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, പറവൂർ, ഗോതുരുത്ത്.